ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മൂൻ്റെ റെക്കോർഡ് വരച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഞാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് ഇത് വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ സ്പീഡാക്കി, കാരണം ഷോർട്സ് ഇടേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ പേരെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓന്തെന്നാണ് പറയുന്നത്. ഞാൻ ഓന്തിനെ വരയ്ക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ വരച്ചു വന്നപ്പോൾ ഒരുമാതിരി മറ്റേ സ്കെലിട്ടൺ പോലെയൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വരച്ചപ്പോൾ. അതായത് ഇങ്ങനെ എല്ല് പോലെ, മീൻസ് തീരെ തടിയില്ലാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു വരച്ചപ്പോൾ. പക്ഷേ പിന്നെ ഞാനത് മാറ്റിയും വരച്ചും കുറേ ഫോൺ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൾ എൻ്റെയിലോട്ടായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അമ്മൂൻ്റെയിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് അവളുടെ ഫോൺ വെച്ചിട്ട് എൻ്റെ ഫോൺ വെച്ച് ഞാൻ തന്നെ വീഡിയോ എടുത്ത് വരയ്ക്കുന്നതായതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രശ്നവും ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കുന്നുണ്ട്. എനിക്ക് വരയ്ക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. പക്ഷേ കുറേ വരയ്ക്കുമ്പോൾ ഞാൻ മടുക്കും. എനിക്ക് എൻ്റെ ഹോബീസിലൊരെണ്ണം ഡ്രോയിങ് തന്നെയാണ്. ഞാൻ പണ്ട് ഡ്രോയിങ് ഒക്കെ പഠിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ പിന്നെ അത് പെട്ടെന്ന് നിർത്തി. വീട്ടിലൊന്നൊരു സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്തോ പൊട്ടിയെ നിർത്തിപ്പോയി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡ്രോയിങ് ഞാൻ അത്യാവശ്യം നോക്കിയാണെങ്കിൽ എനിക്ക് വരയ്ക്കാൻ വലിയ പ്രശ്നമില്ല. പക്ഷെ നോക്കാണ്ട് എനിക്കൊരിക്കലും വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഡ്രോയിങ് ഒക്കെ ഇഷ്ടമുള്ളവരായിരിക്കും ഒരുപാട് പേരും നമ്മുടെ കൂട്ടത്തിലുള്ളവർ. ഇപ്പം ഇനി ഇപ്പോൾ ഡ്രോയിങ് ഇഷ്ടമുള്ളവരിങ്ങനെ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ പിക്ചർ കണ്ടിട്ട് എനിക്ക് വലിയ വരയ്ക്കാൻ അറിയുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എനിക്ക് പൊതുവെ ഇങ്ങനെ എൻ്റെ എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരച്ചല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. വെറുതെ ഇരിക്കുന്നതിന് പകരം നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് എന്തെങ്കിലും വരയ്ക്കണം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പറയുള്ളൂ, വലിയ വലിയ സാധനം വരയ്ക്കാൻ പറയരുത്. ഞാൻ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും കേട്ടോ വരയ്ക്കാൻ. എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ ഇമാജിനേഷനിൽ വരച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവൾക്കത് വരയ്ക്കാനുണ്ട്, എന്നോട് കുറേ പറയുന്നു വരയ്ക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അവസാനം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.